വെൽക്കം ബാക്ക് ടു ഇവാസ് ഫാമിലി ബ്യൂട്ടി വേൾഡ്. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അതേപോലെ ഹെയർ കളറിങ്, ഇനി അതല്ല വെർജിൻ ഹെയറിൽ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, അതേപോലെ മുടി പൊട്ടിപ്പോവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, അതായത് പ്രോട്ടീൻസിന്റെ അഭാവത്താൽ മുടിക്ക് ഉണ്ടാവുന്ന കുറേ ഡാമേജസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണെന്നുള്ളതിനെ കുറിച്ചിട്ടും, അതിൽ തന്നെ ഞാൻ 1, 2, 3 എന്നുള്ള രീതിയിൽ പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറയാൻ പോകുന്ന ബൊട്ടോക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബൊട്ടോക്സ്, ഏത് ടൈപ്പ് മുടിയിലാണ് ബൊട്ടോക്സ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ളത്, അതേപോലെ തന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബൊട്ടോക്സ് എന്ന് പറയുന്നത് ഒരു നോൺ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് അതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. അത് നമ്മളെ മുടിക്ക് നൽകുന്നത് ഒരു ഫുൾ കണ്ടീഷനിങ് ആണ് കേട്ടോ, ഡീപ്പായിട്ടുള്ളൊരു കണ്ടീഷനിങ് ആണ് നൽകുന്നത്. അതേപോലെ ഈ ഒരു ബൊട്ടോക്സ് ട്രീറ്റ്മെന്റിൽ നമ്മളുടെ ഡാമേജ്ഡ് ഹെയറിനെ റിപ്പയർ ചെയ്യുക, അതേപോലെ ഫ്രിസി ഡൾ ഹെയർസിനൊക്കെ റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഓരോ സ്ട്രാൻഡ്സിന്, അതായത് ഓരോ മുടിയിഴകൾക്കും ആവശ്യമായ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, അതേപോലെ കെരാറ്റിൻ, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മുടെ മുടിയിലേക്ക് കിട്ടുന്നത്. ഇതുവഴിയാണ് മുടിക്ക് ഒരു തിക്നെസ് ആണെങ്കിൽ, അതായത് തിന്നായിട്ട് പൊട്ടിപ്പോകുന്ന പ്രശ്നം, അതേപോലെ തന്നെ ഡാമേജ് വരിക, സ്പ്ലിറ്റ് എൻഡ്സ്, ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് ഈ ഒരു ഫില്ലിംഗ് വഴിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഫ്രിഷ്നെസ് ഉണ്ടെങ്കിൽ അത് കുറയാനും, അതേപോലെ കുറച്ചുകൂടി ഷൈനി ആയിട്ട് മാനേജബിൾ ആയിട്ടും നമുക്ക് മുടിയെ കൊണ്ട് നടക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മുടിയുടെ ഓരോ ലെയേഴ്സിനും അതിൻ്റെതായ ആ ഒരു പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു സ്ട്രെങ്തൻ ആക്കി എടുക്കാൻ നമ്മളെ ഓരോ മുടിയിഴകളെയും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ട് എന്ന് ചോദിക്കുന്നത്, എങ്ങനെയുള്ള ഹെയറിലായിരിക്കാം നിങ്ങൾ ഈ ഒരു ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള, ഫ്രിസി ആയിട്ടുള്ള, അതേപോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ്, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരുന്ന ഹെയർസ് ഒക്കെ ഉണ്ടാവില്ല, ഇനി കുറേ ടൈംസ് കളറൊക്കെ ചെയ്യുന്ന, അങ്ങനെ കളേഴ്സ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് ആഫ്റ്റർ കെയർസ് ഒന്നും എടുക്കാതെ മുടി ഡാമേജ് ആവുക, അപ്പോൾ അങ്ങനെയുള്ള മുടിയുള്ളവർക്കായിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അതേപോലെ തന്നെ ഒരു വേവി ടെക്സ്ചർ ഉള്ളവർ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഹെയർസ് ഒക്കെ ഉള്ള, വേവി ഓർ സ്ട്രെയിറ്റ് ഹെയർസ് ഒക്കെ ഉള്ളവർക്ക് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കും. കേളി ഹെയർ ഉള്ളവർക്ക് നമുക്കൊരു 2 or 3 സിറ്റിങ്ങിലൂടെ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേളി ഹെയർ ഉള്ളവർക്ക് നമുക്കിപ്പോൾ ഈ ബൊട്ടോക്സ് എന്ന് പറയുന്നതിനേക്കാൾ നാനോപ്ലാസ്റ്റി ആയിരിക്കാം ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കാലം നമുക്ക് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 to 4 months ഒക്കെ ആയിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിൽക്കുന്നത്. നമുക്കിതൊരു ഇയറിൽ ഒരു 2 to 3 times ഒക്കെ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇതിന്റെ ആഫ്റ്റർ കെയർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സൾഫേറ്റ്, അതേപോലെ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ ഒരുപാട് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് കുറയ്ക്കാം. വീക്കിൽ ഒരു 2 to 3 days ഒക്കെ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ വാഷിങ്ങിനനുസരിച്ചാണ് ഈ ഒരു മുടിയുടെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ബൊട്ടോക്സ് എത്രത്തോളം മുടിയിലേക്ക് നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നാനോപ്ലാസ്റ്റി ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് നമ്മൾ മുടി കൊഴിച്ചിലിപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ളവർ ഫസ്റ്റ് അത് സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ സ്കാൽപ്പിലോ ഇനി മുടിക്ക് എന്തെങ്കിലും പ്രശ്നം, ഹെയർ ഫോൾ ഒക്കെ ഹെവി ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ബൊട്ടോക്സ് ആണെങ്കിലും നാനോപ്ലാസ്റ്റി ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് വളരും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെല്ലാം മുടിയെ നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഫ്രിസി ആയിട്ട്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയർ ആണ്, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാനേജബിൾ ആക്കാം. അതിൻ്റെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നല്ലാതെ നമ്മളെ റൂട്ടിൽ നിന്ന് വളരുന്ന മുടികൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് വരും എന്നുള്ളതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് ഡൗട്ട്സ് ഒക്കെ തീർന്നു എന്ന് വിചാരിക്കണം. ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നാനോപ്ലാസ്റ്റിയെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പം പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.